നമസ്കാരം ബിബിൻ, എവിടെ സ്ഥലം ബിബിൻ? ഞാൻ കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിക്കടുത്തുള്ള ഉള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്ത് ചെയ്യുന്നു ഇപ്പോൾ ശരിക്കും? ഞാൻ ഫർണിച്ചർ വർക്കാണ് നാട്ടിൽ. ഫർണിച്ചർ അതെ. നന്നായിട്ട് പോകുന്നുണ്ടോ? കുഴപ്പമില്ലാതെ എങ്ങനെ പോകുന്നു? ഫാമിലി? അമ്മ, അനിയൻ്റെ വൈഫ്, മോൻ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ. ബാച്ചിലർ. നമുക്ക് വിവാഹാലോചനകൾ ഈ ഇന്നത്തെ എപ്പിസോഡുകൂടി നമ്മൾ ക്ഷണിക്കുന്നു. അതെ, ഇതൊരു അവസരമായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ നമ്പർ എഴുതി കാണിക്കാം. ഡിസ്പ്ലേ. കാമുകി കൊടുക്കോ? കാമുകിയില്ല, അതും ഇതിൽ കൂടെ തന്നെ പറഞ്ഞാൽ അറിയിക്കാം. ഓക്കെ, വെരി ഗുഡ്. സൂപ്പർ, കൊള്ളാം. അപ്പൊ ഫുൾ ബയോഡേറ്റ നമ്മൾ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് പെർഫോമൻസും കൂടെ കാണാം. അതും കൂടെ പ്രേക്ഷകർ കണ്ടോട്ടെ. ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടെങ്കിൽ അതും കണ്ടോട്ടെ. ഉറപ്പായിട്ടും. എന്താ പെർഫോം ചെയ്യുന്നത്? ഞാൻ കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദം, പിന്നെ നമുക്കൊക്കെ ഏറെ പരിചിതമായ ഒരു പരസ്യത്തിന്റെ ഒരു കഥാംശം എടുത്തിട്ട് ഒരു ന്യൂസ് ഡിസ്കഷൻ, രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുന്ന ഒരു ന്യൂസ് ഡിസ്കഷൻ രീതിയിലാക്കാണ്. ശരി, അപ്പൊ ആദ്യം ഏതാ ചെയ്യാൻ പോകുന്നത്? കുറച്ച് സിനിമാ താരങ്ങളെ ആദ്യം അനുകരിക്കും. ആയിക്കോട്ടെ, നമുക്കത് കേൾക്കാം. നമുക്കേറെ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ രാജു സാറിന്റെ ശബ്ദത്തോടെ. മോനെ, എസ് ഐ എന്ന് പറഞ്ഞാൽ പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന പണിയൊന്നുമല്ല. എൻ്റെ തലയ്ക്ക് മുകളിൽ 100 പേരുടെ ആക്ടിങ് ഉണ്ടാവും. എൻ്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല. അതുകൊണ്ട് ഇനിയുള്ള കാലം എൻ്റെ മുൻഗാമിയായി എന്നോടൊപ്പം നിൽക്കുക. ഓക്കെ. ഇതേപോലെ കലാശാല ബാബു സാർ. ആയിക്കോട്ടെ. അച്ഛനെ എതിർത്ത് പറഞ്ഞും അച്ഛൻ്റെ അച്ഛത്ത് കുതിര കയറിയും അച്ഛനെ തോപ്പിച്ചും നീര് മന്ത്രി കസേര ഒപ്പിച്ചെടുത്തു. ആ പക മനസ്സിൽ കിടന്നേറുമ്പോഴാണ് എനിക്ക് കണ്ടിടാത്ത ഒരു വ്യക്തിയുടെ കൈയും പിടിച്ച് കുടുംബത്തോട്ട് കയറി വന്നത്. ആ അച്ഛൻ ചവിട്ടി പുറത്താക്കി ഇന്ന് പത്രക്കാരൊക്കെ ഡേതിക്കാതെ ഇറങ്ങി പോടാ അവിടുന്ന്. നീ മന്ത്രിയാണ്, എനിക്ക് പുല്ലടാ. ഇനി മറ്റൊരു ബാബു. നമുക്കറിയാം, പകൽപൂരം എന്ന് പറയുന്ന ചിത്രത്തിൽ ബാബു നമ്പൂതിരി സാറ് ചെയ്ത ഒരു വെറൈറ്റി കഥാപാത്രം ഉണ്ടായിരുന്നു, ഒരു വില്ലൻ വേഷം. ആ ശബ്ദം. എൻ്റെ സപ്തതി ആഘോഷമല്ല ഇന്ന് എനിക്ക് പ്രധാനം. സൂര്യമംഗലത്തെ ബ്രഹ്മദത്തൻ്റെ മകൻ ഗൗരീദാസൻ്റെ വേളിയാവണം ഈ മുറ്റത്ത് വെച്ച് ആർഭാടമായി ആഘോഷിക്കേണ്ടത്. മനസ്സിലായോ തനിക്ക്? ഓക്കെ. ഇനി ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മുടെ ന്യൂസ് അവറിലേക്ക് പോകാം. നമുക്കേറെ പരിചയമുള്ള ഒരു പരസ്യത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള ഒരു ന്യൂസ് ഡിസ്കഷനിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുന്നതാണ്. ശരി. ഓക്കെ. നമസ്കാരം. ഓറഞ്ച് ജ്യൂസിനെ തട്ടിക്കൂട്ട് ജ്യൂസാക്കിയ അണ്ണാറക്കണ്ണൻ അറസ്റ്റിൽ. ഓറഞ്ച് ജോസി ഓറഞ്ച് എന്നുള്ള ടാഗ് ലൈനോട് കൂടിയായിരുന്നു അണ്ണാറക്കണ്ണൻ ഈ ഒരു തട്ടിപ്പ് നാട്ടിൽ നടത്തിയത്. ഇത് ഓറഞ്ച് ജ്യൂസോ അല്ലെങ്കിൽ തട്ടിക്കൂട്ടിയ ജ്യൂസോ എന്ന് ചോദിച്ചപ്പോൾ അയാളുടെ തടിക്കിട്ട് തട്ടുകയും ചെയ്തിരിക്കുന്നു. ഈ വിഷയത്തിൽ രാഷ്ട്രീയ പ്രമുഖർ നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നു. ആദ്യം ശ്രീ എം സ്വരാജിലേക്ക് പോകുന്നു. ശ്രീ എം സ്വരാജ്, കേരളം നമ്പർ 1 എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നടക്കുന്നു. ശ്രീ എം സ്വരാജ്, നിങ്ങളോടുള്ള സകല ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, നിങ്ങളെ ഈ ആരോപണത്തിന് വിധേയമാക്കിയിട്ടുള്ള ഈ അണ്ണാറക്കണ്ണൻ എൻ്റെ തൃപ്പൂണിത്തുറയിലെ വീടിന് മുന്നിലെ തെങ്ങിലെ താമസക്കാരനാണെന്നേ. അദ്ദേഹം എന്നും രാവിലെ പണിക്ക് പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒരു ഗുഡ് മോർണിംഗ് പറയും, അദ്ദേഹം എന്നോട് തിരിച്ച് ഗുഡ് മോർണിംഗ് പറയും. ഈ കുടുംബത്തെ ഇതിനു മുന്നേ ഒരു കണ്ടൻ പൂച്ചയെ വിട്ട് ആക്രമിച്ചിരുന്നു. ഞാൻ ആ കണ്ടൻ പൂച്ചയുടെ കഴുത്തിലൊരു മണി കെട്ടി. അത് വില്യം ഷേക്സ്പിയർ അറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ഒരു കഥ എഴുതി, എ കെട്ടൽ ഓഫ് ദ പൂച്ച ഓഫ് ദ മണി എന്നായിരുന്നു അയാളുടെ പേര്. അതിൻ്റെ മലയാള പരിഭാഷയാണ് പൂച്ചക്കാരി മണി കെട്ടും. തിരികെ വരാൻ എനിക്കിപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇവിടെ ഷേക്സ്പിയർ കാണിച്ച അനാസ്ഥയോ അല്ലെങ്കിൽ ഈ അണ്ണാറക്കണ്ണൻ കാണിക്കുന്ന കൊടും ക്രൂരതയോ നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. ശ്രീ തിരുവഞ്ചൂർ, ഈ കാര്യത്തിനകത്തെന്താ നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. പേരിൽ തന്നെ വില്ലൻ എന്നുള്ള ഇദ്ദേഹമല്ലേ വില്യം ഷേക്സ്പിയർ? ഇദ്ദേഹത്തിനെയല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത്? മാത്രമല്ല, ഇവിടെ എല്ലാവർക്കും അവാർഡ് കൊടുക്കുന്നു. ഈ അണ്ണാറക്കണ്ണന് അവാർഡ് കൊടുത്തോ? അയാളെ ഒന്നും കൊടുക്കാതെ ഇരുത്തുകയല്ലേ? തിരികെ വരാം. എനിക്കിപ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ ചേരുന്നു. ശ്രീ കെ സുരേന്ദ്രൻ, അണ്ണാറക്കണ്ണനെതിരെ നിങ്ങൾ വലിയ രീതിയിൽ പോസ്റ്ററുകൾ ഇറക്കുന്നു, ബാനറുകൾ ഇറക്കുന്നു, വലിയ പ്രതിഷേധങ്ങൾ നാട്ടിൽ സംഘടിപ്പിക്കുന്നു. ശ്രീ കെ സുരേന്ദ്രൻ, എന്തിനാണിതെല്ലാം? നികേഷ്, നിങ്ങളങ്ങനെ അണ്ണാറക്കണ്ണൻ്റെ ആളായി അങ്ങനെ മാറണ്ട. അണ്ണാറക്കണ്ണൻ ഞങ്ങളെ ആളാണ്. ഞങ്ങളുമായി പുരാണകാലത്തെ അദ്ദേഹത്തിന് ബന്ധമുണ്ട്. അണ്ണാറക്കണ്ണനും തന്നലായതെന്നുള്ള ചൊല്ലൊന്നും അങ്ങനെ വെറുതെ ഉണ്ടായി വന്നല്ല. പിന്നെ ഇവിടെ ഇപ്പോൾ സ്വരാജ് പറഞ്ഞു പൂച്ചയ്ക്ക് മണി കെട്ടിയെന്ന്. ആരാണ് മണി കെട്ടിയത്? ഇവരാണോ പൂച്ചയ്ക്ക് മണി കെട്ടിയത്? കോട്ടയംകാരി പെൺകൊച്ചുമായിട്ട് പൂച്ചയ്ക്കൊരു പ്രണയബന്ധം ഉണ്ടായിരുന്നു. ആ കുട്ടി കൊടുത്തിട്ടുള്ള മണിയാണ് ആ പൂച്ചയുടെ കഴുത്തിലുള്ളത്. ഇല്ലാത്ത കാര്യത്തിന് നിങ്ങളങ്ങനെ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കേണ്ട. തിരികെ വരാം. എനിക്കിപ്പോൾ PC ജോർജിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ശ്രീ PC ജോർജ്, നിങ്ങൾ ഈ കേസ് ഏറ്റെടുക്കുന്നു, അണ്ണാറക്കണ്ണനെ ജാമ്യത്തിലെടുക്കുന്നു. ഈ കേസിൽ നിങ്ങൾ ജയിലിൽ പോകാൻ തയ്യാറാകുന്നു. എന്തിനാണ് ശ്രീ PC ജോർജ് ഇതെല്ലാം? ഞാൻ പറയാം കേട്ടോ, ഈ അണ്ണാറക്കണ്ണെന്ന് പറയുന്നവരെ അപ്പോൾ ഭാര്യ അവർ തെറ്റ് ചെയ്യത്തില്ല, തെറ്റി ഉറപ്പുള്ളത്. പിന്നെ ഈ മാസത്തിൽ 30 ദിവസം കൊണ്ട് എനിക്ക് 30 കേസാണെന്ന് ഈ കേരളത്തിൽ. അവിടെ ഈ കേസ് ആരൊക്കെ ഏറ്റെടുക്കുക? ഈ അണ്ണാറക്കണ്ണൻ്റെ ചർച്ച നിങ്ങൾ അവസാനിപ്പിക്കുക നല്ലത്.
തിരികെ വരാം. ഇപ്പോൾ PC ജോർജിനെ അറസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അദ്ദേഹത്തെ തിരികെ ജാമ്യത്തിൽ വിടുമോ എന്നുള്ള ചർച്ചയുമായി നമുക്ക് നാളെ തിരികെ വരാം. ഇപ്പോൾ നന്ദി, നമസ്കാരം. താങ്ക് യു. സൂപ്പർ, ഗംഭീരായിരുന്നു. താങ്ക് യു. ഗംഭീരായിരുന്നു. ഒരൊറ്റ സ്ട്രെച്ചിൽ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് എൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്നും പറയാണ്ടിരുന്നത്. Okay. എന്നെ പോലെ എല്ലാവരും ഇങ്ങനെ ശ്വാസം അട്ടയ്ക്കാടെ വെച്ചിരിക്കുകയായിരുന്നു അല്ലേ? അൻവർ റഷീദിന്റെ മുഖവും ഇവിടെ നോക്കുമ്പോൾ ഏകദേശം അൻവറിന്റെ ഒരു അമ്പുവിന് പോലെ തോന്നുന്നുണ്ട്. അതെ. അപ്പം ഒരു നല്ല രസമായിട്ട് നിങ്ങൾ അവതരിപ്പിച്ച കാര്യങ്ങൾക്ക്, അതായത് ഒരു രാഷ്ട്രീയക്കാരുടെ കുറേ ആൾക്കാരുടെ ശബ്ദം അനുകരിക്കുന്നു എന്ന് പറയുന്നതിന് മാത്രമല്ല, അതിനൊരു വേറൊരു സ്റ്റൈൽ ഉണ്ടാക്കി. പിന്നെ നികേഷിന്റെ ഒക്കെ ശബ്ദം ഡിറ്റോണ്, അതായത് ഒരു ശബ്ദത്തിൽ നിന്ന് വേറെ നികേഷിന്റെ ശബ്ദത്തിലേക്ക് പോകുമ്പോൾ, അതായത് ഇത്രയും രാഷ്ട്രീയക്കാരുടെ ശബ്ദങ്ങൾ നമ്മൾ കഴിഞ്ഞിട്ട് വീണ്ടും അതിലേക്ക് വരണ്ടേ, ഈ വരുമ്പോൾ അത് വിട്ടുപോകാതെ കറക്റ്റ് അതിൻ്റെ ഒരു കണക്ഷൻ കിട്ടുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നല്ലതായിരുന്നു. നല്ല ആർട്ടിസ്റ്റാണ്. Okay, പകൽ അപ്പോൾ ചേട്ടാ. ഏതായാലും ഈ ഒരൊറ്റ ഐറ്റത്തോടുകൂടി നല്ലൊരു പെണ്ണ് കിട്ടട്ടെ. Okay, പകൽ ചേട്ടാ. വിപിൻ ഉള്ളൂർ നല്ലൊരു ഐഡിയ, അടിപൊളിയായിരുന്നു. ഈ വാർത്ത ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ അധികം വലിയ കാര്യങ്ങളൊന്നും വേണ്ട, എന്നാൽ അതേക്കുറിച്ചിട്ട് പറയുന്ന സംഗതികളെല്ലാം അതിനകത്ത് ഫണ്ണുണ്ടായിരുന്നു. ഒരുപാട് നല്ല നല്ല സംഗതികൾ കോർത്തിണക്കി മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്തു. ഇക്ക പറഞ്ഞ പോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നല്ല മോഡുലേഷനാണ്. എടുത്തു പറയേണ്ട നികേഷ് കുമാർജിയെ അനുകരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റൈല് ഫുള്ള് അല്ല അതുപോലെ ആവാഹിച്ച് മുഖത്തേക്ക് കൊണ്ടുവന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. താങ്ക് യു. ഓക്കെ, ധർമ്മൻ ചേട്ടാ. ഈ നികേഷ് കുമാർ സാറായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ അയാളൊരു മുക്കലും മുളകൊക്കെ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാളാണ്. ഭയങ്കര രസമായിട്ടാണ് നിങ്ങൾ ചെയ്തത്. എന്തൊരു ഭംഗിയായിട്ടാണ് ചെയ്തതെന്ന് അറിയാമോ? ഞാൻ കൊതിയായിപ്പോയി. എനിക്ക് അധികം ഒന്നും പറയാനില്ല. വളരെ 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 ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മുടെ മാസ്റ്റേഴ്സ് നേരത്തെ തന്നെ അവരുടെ കമന്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം വിട്ടുപോയത് പറയാൻ. എന്നതായിരിക്കും? താരത്തിരുമറി. യെസ്, അത് തന്നെ. താര തിരുമറി എന്ന് പറഞ്ഞൊരു സംഭവം കൂടിയുണ്ട്. നമുക്കപ്പം ഓഡിയോ ആദ്യം കേട്ട് നോക്കാം. ഉറപ്പായിട്ടും. ശരി, ഓഡിയോ. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷം ഒരു ആഡിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു സംഭവം. അതെ. ഓക്കെ, അപ്പം ഇത് MG സോമൻ സാറിന്റെ സൗണ്ടില് ഉറപ്പായിട്ടും ശ്രമിക്കുക, ചെയ്യാം. ലെറ്റ്സ് സീ. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. എന്നാൽ ചില അവന്മാർ അതിനെ അങ്ങ് ശ്വാസകോശം നാശകോശമാക്കും. അങ്ങനെയുള്ളവന്മാരെയൊക്കെ പുക പുറത്തെടുത്താൽ ദേണ്ട ഇങ്ങനെ ഞൊളയ്ക്കാതിരുമേനി. സോറി, അത് മതി അവന്മാരെ രോഗിയാക്കാൻ. ഓക്കെ, സൂപ്പർ.